ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തൈറോയിഡിൻ്റെ ഒരു ഗുളിക കഴിച്ചിട്ടാണ് രാവിലത്തെ പണികളൊക്കെ ആരംഭിക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് സ്ഥിരം കഴിച്ചോളാൻ. അപ്പോൾ തൈറോയിഡ് കുറച്ച് കൂടുതൽ നിൽക്കേണ്ടത് അതുകൊണ്ടാണ് കഴിക്കുന്നത്. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് പഴവും പപ്പായൊക്കെ എടുത്തിട്ടുണ്ടെന്ന് ഇനി എന്താ പരിപാടി എന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. കറണ്ടും കൂടി ഇല്ല. അപ്പോൾ രാവിലെ തന്നെ കറണ്ട് പോയിക്കണം. അപ്പോൾ എന്തായാലും പഴം പുഴുങ്ങാൻ വയ്ക്കണം, എന്നിട്ട് ആലോചിക്കാമെന്ന് വിചാരിച്ചിട്ട് പഴം പുഴുങ്ങാൻ വേണ്ടി ഇടുകയാണ്. എന്തായാലും ഇന്ന് വലിയ പണികളൊന്നും ചെയ്യില്ല, എന്തെങ്കിലും തട്ടിക്കൂട്ട് പണികളൊക്കെ ചെയ്യുള്ളൂ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ കറണ്ടും ഇല്ലല്ലോ. അപ്പോൾ കൂടുതൽ നേരം ഗ്യാസ് വർക്ക് ചെയ്യിപ്പിക്കാറില്ല ഞങ്ങൾ. കറണ്ടുള്ള സമയത്തിന് കുക്കിംഗ് കൂടുതൽ നടക്കാറ്. അങ്ങനെ ഞാൻ കൊത്തമര എടുത്ത് വെള്ളത്തിൽ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് കഴുകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും പപ്പായൊക്കെ നുറുക്കിയെടുത്തു. അങ്ങനെ കൊത്തമര കഴുകി വാരി അരിഞ്ഞ് കുക്കറിൽ ഇട്ട് കൊടുത്ത് ഇത്തിരി ഉപ്പിട്ടിട്ട് ഒറ്റ വിസിൽ കളയാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ മുട്ടയൊക്കെ തൊലി പൊളിച്ചെടുത്തു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറായി. അപ്പോൾ മുട്ടയും പപ്പായയും അപ്പോൾ അവല് വിളയിച്ചതിരിക്കുന്നുണ്ടെന്നുള്ള ഓർമ്മ വന്നത്. അപ്പോൾ ഇന്ന് കറണ്ട് ഇല്ലാത്ത ദിവസമായ കാരണം ഇങ്ങനെ തട്ടിക്കൂട്ട് പണിയിൽ വെച്ചു. പഴവും പുഴുങ്ങിയതും മുട്ടയും കൂടിയിട്ടാണ് ഇന്ന് കഴിച്ചത്. ഞാൻ 2 കഷ്ണം മധുരക്കുഴവും കൂടി എക്സ്ട്രാ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. ഇനി അതിന് ശേഷമാണ് ഇനി അടുത്ത പണികളൊക്കെ തുടങ്ങുള്ളൂ. അപ്പോൾ ഇന്ന് ചെറുപയർ ഉപ്പേരി പോലെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറുപയർ കുക്കറിലോട്ട് ഇട്ട് കൊടുത്ത് ഉപ്പിട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ കൊഴുവ കുറച്ചെടുത്ത്, ഇന്നലെ മേടിച്ച കൊഴുവ ഉണ്ടായിരുന്നില്ല, അത് കുറച്ചെടുത്ത് വറക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ പരട്ടി വെച്ച്. പിന്നെ കറിവേപ്പില പൊട്ടിക്കാൻ പോയി. കറിവേപ്പില മുറ്റത്ത് 4 ഭാഗത്തും കറിവേപ്പില നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നിന്നാണ് ഇപ്പോൾ പൊട്ടിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഉപ്പേരികളൊക്കെ കാച്ചാനുള്ള സബോള അരിഞ്ഞെടുക്കണം. അങ്ങനെ മീൻ ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൊത്തമരയിലേക്കുള്ള സബോളയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം വഴറ്റിയെടുത്ത് കൊത്തമര അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പെട്ടെന്ന് കഴിയിട്ട് നമ്മൾ ഉപ്പേരി വെക്കൽ. പിന്നെ ചെറുപയർ ഉപ്പേരി ഉണ്ടാക്കണം. മീൻ വറുത്ത ചട്ടിയിൽ തന്നെ ചെറുപയർ ഉപ്പേരി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. മീൻ വറുത്തതൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതെല്ലാം കോരിയെടുത്ത് അതിൽ തന്നെ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു മീനിൻ്റെ ഒക്കെ ഒരു സ്മെല്ലോട് കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനെ മീനിൻ്റെ ടേസ്റ്റിലൊക്കെ വറവുണ്ടാക്കി എടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് മീൻ കറി ഇരിക്കുന്നുണ്ടായിരുന്നു, വാളക്കറി. അപ്പോൾ അതെടുത്ത് ചൂടാക്കിയതാണ്. പിന്നെ അവിടെയൊക്കെ വേഗം തന്നെ ക്ലീൻ ചെയ്ത്. അപ്പോഴേക്കും കറണ്ട് വന്നു കേട്ടോ. പിന്നെ കറണ്ട് മഴയാണ് എല്ലാ പണികളും ചെയ്തത്. പിന്നെ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ പെട്ടെന്ന് കഴുകിയെടുത്ത് ഇനി അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം, അടിച്ചു വാരണം. പിന്നെ തുടയ്ക്കണമെന്നില്ലെന്ന്, എന്നും തുടക്കാനൊന്നും പറ്റില്ല. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നടക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ നടു ഒടിഞ്ഞു പോകും. അത് അങ്ങനത്തെ അത്രയും പണികളുണ്ടാവും. ഒരു ദിവസം പണിയെടുക്കാൻ തന്നെ വേണ്ടി നമ്മൾ ജീവിക്കേണ്ടി വരും. അങ്ങനെ പിന്നെ ലഞ്ച് കഴിക്കാൻ വന്ന്. അപ്പോൾ ഈ ഉണ്ടാക്കുന്ന ഉപ്പേരികളൊക്കെ 2 ദിവസത്തേക്കുള്ളതാണ് കേട്ടോ. ഒരു ദിവസം തന്നെ ഇത് തീരില്ല. അങ്ങനെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ.